പെട്ടെന്നാണ് അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കിയത്. അവൾ അവനെ നെറ്റിച്ചുളിച്ചുകൊണ്ട് രൂക്ഷമായൊന്ന് നോക്കി. എന്താടി നോക്കുന്നതെന്ന മട്ടിൽ അവനും അവളെ തിരിച്ചു നോക്കി. അപ്പോൾ അവൾ ഒരു പുച്ഛഭാവത്തോടെ സൈഡിലേക്ക് നീങ്ങിയിരുന്നു. അവന്റെ മുന്നിൽ മാത്രം പുറത്തു വരുന്ന കുസൃതി നിറഞ്ഞ കുറുമ്പ് നിറഞ്ഞ പെൺകുട്ടിയുണ്ടായിരുന്നു അവളുടെ ഉള്ളിൽ. സിയാൻ പിന്നെ ക്ലാസ് ശരിയാക്കി ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു. സൗദ നൂറയെയും കാത്ത് വാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറെ ദിവസങ്ങൾക്കു ശേഷം അവളെ കാണുന്നതിലുള്ള സന്തോഷത്തിൽ അവളുടെ തളർച്ചയും ക്ഷീണവുമെല്ലാം അവൾ മറന്നിരുന്നു. ഉമ്മ. കാർ വീടിന് മുന്നിൽ നിർത്തിയതും നൂറ ഡോർ തുറന്ന് ഉമ്മാന്റെ അടുത്തേക്ക് ഓടി. സൗദയുടെ വാരിൽ തട്ടാതെ അവൾ കെട്ടിപ്പിടിച്ചു. മോളെ, സുഖല്ലേ നിനക്ക്? സൗദ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഉമ്മാക്കോ? ഛർദിയൊക്കെ മാറിയോ? വാവ് എന്തു പറയുന്നു? അവൾ ഉമ്മാന്റെ വയറിൽ കൈവച്ചു. ഛർദിയൊന്നും മാറിയിട്ടില്ല കുഞ്ഞെ. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അപ്പോൾ ഓക്കാനം തുടങ്ങും, പിന്നാലെ ഛർദിയും വരും. നീ വയറ്റിലുണ്ടായപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അന്ന് നോക്കാനും പരിചരിക്കാനും ആരും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും കാര്യമാക്കില്ല. കാര്യമാക്കിയാലും ഒന്ന് ആശ്വസിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ഒന്നും കഴിക്കാൻ പറ്റാതെ പട്ടിണിയിടുന്ന ദിവസങ്ങൾ വരെയുണ്ട്. എന്തിനേറെ പറയുന്നു, ഒന്ന് കിടക്കാൻ പോലും അയാൾ സമ്മതിക്കില്ലായിരുന്നു. അയാൾക്ക് എല്ലാ നേരവും വിഭവസമൃദ്ധമായ ഭക്ഷണം കിട്ടണം. ഇന്നിപ്പോ ശുശ്രൂഷിക്കാനും പരിചരിക്കാനും ആളുകൾ ഏറെ ആയതുകൊണ്ട് അസുഖത്തിന്റെ ആഴവും കൂടിയിട്ടുണ്ട്. സൗദ സിയാനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഉമ്മാക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഉമ്മാക്ക് എന്ത് കഴിക്കാനാ ഇഷ്ടം? എനിക്കൊന്നും വാങ്ങാൻ. നൂറയുടെ വാക്കുകൾ മുറിഞ്ഞു. എനിക്കൊന്നും വേണ്ട, നിന്നെ കണ്ടാ മതിയായിരുന്നു. എന്റെ മനസ്സും വയറും ഒക്കെ നിറഞ്ഞു. നിന്റെ ഈ ചേർത്ത് പിടിക്കൽ ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറേയായി. ഞാൻ പിന്നെ അത് ആഗ്രഹിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ഉമ്മാമ്മയുള്ളതുകൊണ്ട് കുറച്ചെങ്കിലും ഉമ്മയുടെ സാന്നിധ്യം അറിയുന്നുണ്ടെന്ന് മാത്രം. നിന്റെ അമ്മായി ഇല്ല അവിടെ? പഴയ പോലെ തന്നെയാണ് ഇപ്പോഴും നിന്നോട്? അതിനേക്കാൾ മോശമായിരുന്നു. എല്ലാം ഇന്നത്തോടെ അവസാനിച്ചിട്ടുണ്ടാവും. ഉമ്മയും മോള വാതിൽക്കൽ നിന്ന് തന്നെ വിശേഷം പറയുന്ന എന്തിനാ? അങ്ങോട്ട് അകത്തേക്ക് ഇരുന്നൂടെ? ഇവളെ കണ്ട സന്തോഷത്തിൽ ഞാൻ അത് ഓർത്തില്ല. മോള് വാ. അവൾ നൂറയെ തന്റെ മാറോട് ചേർത്തുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോയി. നിങ്ങളിരിക്കി, ഞാൻ ചായ എടുക്കാം. എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങളുടെ വീട്ടിലേക്ക് ആദ്യമായി വന്നതല്ലേ, അപ്പൊ എന്തെങ്കിലും തരാതിരുന്നാ ഞങ്ങൾക്കല്ലേ അതിന്റെ നാണക്കേട്? സിയാൻ അതും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ 2 ഗ്ലാസ് ചായയും പ്ലേറ്റിൽ ബേക്കറിയുമായി തിരിച്ചു വന്നു. കഴിക്കി. സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇപ്പോ ഇത് കഴിക്കി. എന്റെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ ഉണ്ടാക്കി തരാം. സേതൊന്ന് പുറത്തുനിന്ന് വന്നോട്ടെ. അയ്യോ വേണ്ട എന്റെ പൊന്നു മോളെ. ഇവൻ ഓരോ പുതിയ സാധനങ്ങൾ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിക്കൊണ്ടുവരും. വായു വെക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് കൂടിയാ എന്റെ ഛർദി മാറാത്തത്. ചോറും കറിയുമൊക്കെ ഞാൻ പിന്നെ ഷാഫിക്കയോട് ഉണ്ടാക്കാൻ പറയും. ഉള്ളതിൽ ഭേദം ഇക്ക ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. അവർ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഓഹോ, സ്വന്തം മോള് വന്നപ്പോ നമ്മള് പുറത്തായില്ലേ? അതെ, അവളിപ്പോ അങ്ങോട്ട് പോവും. ഒരു തുള്ളി വെള്ളം എടുത്തു തരാനേ ഞങ്ങളെ ഉണ്ടാവുള്ളൂ. അത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഓ ആയിക്കോട്ടെ. നൂറ, ഇന്ന് ഉമ്മാക്ക് ചോറും കറിയും നീ ഉണ്ടാക്കിത്താ. നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ കൊതി തോന്നുകയാണ്. നിങ്ങൾ എന്തോ വർത്താനാണ് ഉമ്മ പറയുന്നത്? കുറച്ച് സമയത്തിന് അവളിപ്പോ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും അവളെ കൊണ്ട് പണിയെടുപ്പിക്കാണോ? എനിക്കൊരു കുഴപ്പമില്ല. എന്റെ ഉമ്മാക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ എനിക്ക് നിറഞ്ഞ സന്തോഷം മാത്രമേ ഉള്ളൂ. ഉമ്മ എന്താ വേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. നൂറ ഉത്സാഹത്തോടെ ചോദിച്ചു. എനിക്കിപ്പോ നല്ല കുറുവാരിയുടെ ചോറും മോര് കറിയും ബീഫ് നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയതും കഴിക്കാനാ തോന്നുന്നേ. സൗദ വായിൽ വന്ന കൊതിയോടെ പറഞ്ഞു. ഒരു അരമണിക്കൂർ ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം. നൂറ സോഫയിൽ നിന്നും എഴുന്നേറ്റോ. എന്തരമണിക്കൂർ? ഒന്ന് പോ കൊച്ചേ, ഇവിടെ ബീഫൊന്നും ഇല്ല അതിന്. നീ ഉപ്പാക്ക് വിളിച്ചു പറഞ്ഞാളാ, വരുമ്പോ കൊണ്ടുവന്നോളും. അരി ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അപ്പോഴേക്കും ഞാൻ അരി അടുപ്പത്തിടാം. നൂറ ചായ ഗ്ലാസുമായി അടുക്കളയിലേക്ക് നടന്നു. മോളെ, ഇവൻ നിന്നെ സഹായിക്കൂട്ടോ. എന്താവശ്യം ഉണ്ടെങ്കിലും ഇവനോട് പറഞ്ഞാ മതി. എനിക്കെന്തോ ഒരു വല്ലായക. ഞാൻ കുറച്ചു സമയം ഒന്ന് കിടക്കട്ടെ. ആ, ഉമ്മ പോയി കിടന്നോ. എല്ലാം റെഡിയായിട്ട് ഞാൻ വിളിച്ചോളാം. അടുപ്പെവിടെയാ? അടുക്കളയിലെത്തിയ നൂറ സിയാനോട് ചോദിച്ചു. ഇവിടെ അടുപ്പൊന്നുമില്ല. ഈ വീട് ഉണ്ടാക്കിയ അന്ന് തന്നെ ആ സ്ത്രീയുടെ നിർബന്ധത്തിന് അടുപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതാ എന്റെ ഉപ്പ. എന്നിട്ട് അവർ എന്റെ ഉപ്പയെ ചതിച്ചുകൊണ്ട് വേറൊരുത്തന്റെ കൂടെ പോയത്. ആ സ്ത്രീ പോയതും നന്നായി. അവൻ എന്തൊക്കെയോ ഓർത്തുകൊണ്ട് പറഞ്ഞു. അതെന്താ അങ്ങനെ പറയുന്നത്? അല്ല, അതുകൊണ്ടാണല്ലോ ഉമ്മയെയും നിന്നെയും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയത്.
ദേ ആ ഗ്യാസ് കത്തിച്ചോ. അവിടെ അമ്മായിക്ക് ഞാൻ അടുപ്പിൽ തന്നെ എല്ലാം ഉണ്ടാക്കണം. ഗ്യാസൊക്കെ അവിടെയുണ്ട്, പക്ഷേ എന്നെ കൊണ്ട് അത് തൊടിക്കില്ല. ഞാൻ അടുപ്പിൽ ഊതി ഊതി കണ്ണും മുഖമൊക്കെ ചുവപ്പിച്ച് ഭക്ഷണം ഉണ്ടാക്കിയാലേ അവർക്ക് വയറ് നിറയുള്ളൂ. നൂറ് ചോറ്റുകാലം അടുപ്പത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. സിയാൻ അവളുടെ അവസ്ഥയോർത്ത് വല്ലാതെ സങ്കടം തോന്നി. എത്രയും പെട്ടെന്ന് അവളെ അവിടുന്ന് രക്ഷപ്പെടുത്തി അവനോട് ചേർത്ത് അവൾക്ക് നല്ലൊരു ജീവിതം നൽകാൻ അവന്റെ ഉള്ളം കൊതിച്ചു. ഇന്നെന്തായാലും അവന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയണമെന്ന് അവൻ തീരുമാനിച്ചിരുന്നു. മോരുണ്ടോ ഇവിടെ? ആ, ഫ്രിഡ്ജിലുണ്ട്. അവൾ ഫ്രിഡ്ജ് തുറന്ന് അതെടുക്കാൻ തിരിഞ്ഞു നിന്നതും അവൻ അവളുടെ പുറകിൽ പോയി നിന്നു. മോരെടുത്ത് തിരിഞ്ഞു നിന്ന നൂറ കണ്ടത് അവളുടെ മുഖത്തോടെ 1 ഇഞ്ച് അകലത്തിൽ നിൽക്കുന്ന സിയാനെയാണ്. അവന്റെ സാന്നിധ്യം അവളെ നിശ്ചലയാക്കി. അവൾക്ക് അവിടെ നിന്നോ അങ്ങനോ എന്തെങ്കിലും സംസാരിക്കാനോ സാധിച്ചില്ല. നൂറ സിയാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും സെയ്ദ് സാധനങ്ങളും കൊണ്ട് അവിടേക്ക് വന്നു. സിയ, സെയ്ദ് വിളിച്ചതും അവൻ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്ത് നിന്ന് മാറി നിന്നു. ഇതാ ബീഫ്. അവൻ അപ്പോൾ സിങ്കിൽ വെച്ചു. എന്താണ് മോനെ ഒരു ഇളക്കം? സെയ്ദ് അവന്റെ ചെവിയിൽ പതിയെ ചോദിച്ചു. അവർ വെറും സഹോദരങ്ങൾ മാത്രമായിരുന്നില്ല, എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറയുന്ന നല്ല സുഹൃത്തുക്കൾ കൂടിയായിരുന്നു. അവർക്കിടയിൽ ഒരു രഹസ്യങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ നൂറയുടെ കാര്യം ഇന്നുവരെ സിയ അവനോട് പറഞ്ഞിട്ടില്ല. അതുമാത്രം അവനോട് തുറന്നു പറയാൻ സിയാന് സാധിച്ചിട്ടില്ല. നൂറയുടെ കൈകാലുകൾ തകരുന്ന പോലെ തോന്നി അവൾക്ക്. അവൾ സിയാനെ രൂക്ഷമായി നോക്കി. പക്ഷെ ആ നോട്ടം സിയാൻ ഇഷ്ടപ്പെട്ടില്ല. അവന്റെ ഉള്ളിലെ മേലീഗോ ആ സമയം പുറത്തേക്ക് വന്നു. എന്താടി ഉണ്ടക്കണി തുറച്ചു നോക്കുന്നേ? എന്താന്ന് നിങ്ങൾക്കറിയില്ലേ? എന്തറിയില്ലേന്ന്? ഞാൻ ബീഫിലേക്കുള്ള തക്കാളി ഉള്ളിയൊക്കെ അറിയാന്ന് വെച്ച് അതെടുക്കാൻ വേണ്ടി ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് വന്നതാ. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. സിയാൻ ഒരു പുച്ഛസ്വരത്തിൽ അത് പറഞ്ഞതും നൂറക്ക് ആശ്വാസമായി. അവൻ അവളെ ഇഷ്ടമാണോ എന്ന സംശയം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അവൻ അത് പറഞ്ഞതോടെ ആ സംശയം അവളുടെ തോന്നൽ മാത്രമാണെന്ന് അവൾ മനസ്സിലാക്കി. അങ്ങനെ ബാക്കി പണികളിൽ അവരോടൊപ്പം സെയ്തും ചേർന്നു. കുറച്ചു സമയങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാം റെഡിയാക്കി ടേബിളിൽ കൊണ്ടുവച്ചു. അടുക്കളയിലായിരുന്നത് കൊണ്ട് നൂറയുടെ ഡ്രസ്സ് എല്ലാം വിയർത്തു മുഷിഞ്ഞിരുന്നു. അതിട്ടുകൊണ്ട് നിൽക്കുന്നതിൽ അവൾക്ക് വല്ലാതെ വെറുപ്പ് തോന്നി. അത് അവളുടെ മുഖത്ത് വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. എന്താ മോളെ ഒരു അസ്വസ്ഥത പോലെ? ഷാഫി അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല. അവൾ ഭയത്തോടെ അയാളെ നോക്കി. പേടിക്കണ്ട മോളെ, ഇദ്ദേഹം നിന്നെ ജനിപ്പിച്ച ആ ദുഷ്ടനെ പോലെയല്ല. സ്നേഹിക്കാൻ മാത്രമേ ഇക്കാക്ക് അറിയുള്ളൂ. അവളുടെ മുഖഭാവം കണ്ടുകൊണ്ട് സൗദ പറഞ്ഞു. ഈ ഡ്രസ്സ് ആകെ വിയർപ്പിൽ കുളിച്ചിട്ടുണ്ടല്ലോ. മോൾക്ക് കൊടുക്കാൻ പറ്റിയ ഡ്രസ്സൊന്നും ഇല്ല ഇവിടെ? ഇവിടെയുള്ളത് ഈ 2 ചെറുക്കന്മാരല്ലേ. അവൾക്ക് പറ്റിയ ഡ്രസ്സ് എങ്ങനെയാ ഇവിടെ ഉണ്ടാവുക? ഈ കുട്ടി ഇപ്പൊ എങ്ങനെയാ വൈകുന്നേരം വരെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇരിക്കുക? സിയ, നീ ഒരു കാര്യം ചെയ്യേ, അവളെയും കൂട്ടി പോയിട്ട് കുറച്ച് നല്ല ഡ്രസ്സ് എടുത്തോ. 4-5 കൂട്ടെടുത്തോ. അവളെ ഇതുവരെ നല്ലൊരു ഡ്രസ്സിൽ കണ്ടിട്ടില്ല. ഷാഫി അവന്റെ കയ്യിൽ പൈസ കൊടുത്തുകൊണ്ട് പറഞ്ഞു. എനിക്ക് ഡ്രസ്സൊന്നും വേണ്ട, നൂറ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. നിനക്ക് പിന്നെ വേറെ ആരെങ്കിലും എടുത്തു തരാനുണ്ടോ? സുബൈറിന്റെ മക്കളുടെ പഴയതും കീറിയതും ഒക്കെയല്ലേ നീ ഉപയോഗിക്കുന്നേ? ഞാൻ എടുത്തു തരുന്നതെന്ന് വിചാരിച്ചാ മതി. അവന്റെ കൂടെ ചെല്ല്. സെയ്ദേ, നീയും കൂടെ പോയിക്കോ. സൗദ അത് പറഞ്ഞതും പിന്നെ അതിന് എതിർപ്പൊന്നും പറയാതെ അവൾ അവരോടൊപ്പം പോയി. ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഇത്താക്ക് ബോറടിക്കുന്നുണ്ടോ? സെയ്ദ് കാറിന്റെ മുൻ സീറ്റിലിരുന്നോണ്ട് ചോദിച്ചു. ഏയ് ഇല്ല. അല്ല, നിങ്ങളൊന്നും മിണ്ടുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. സിയാൻ വണ്ടി കൊണ്ട് നിർത്തിയത് അത്യാവശ്യം വലിയൊരു ടെക്സ്റ്റൈൽസ് ഷോപ്പിന്റെ മുന്നിൽ തന്നെയായിരുന്നു. ജനിച്ചിട്ട് ഇന്നുവരെ അങ്ങനെ ഒരു കടയിൽ പോവാത്ത അവൾക്ക് അതൊരു അത്ഭുതമായിരുന്നു. കാറിൽ നിന്ന് പുറത്തിറങ്ങി അവൾ അതിശയത്തോടെ ആ കെട്ടിടം നോക്കി നിന്നു. എന്താ ഇത്ത ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു കട കാണുന്നേ. ആകെ സ്കൂളിലേക്ക് പോകാനല്ലേ പുറത്തേക്ക് ഇറങ്ങുന്നേ? അതും പുളിക്കിലേക്ക് വന്ന ശേഷമാണ് സ്കൂളിൽ പോകാൻ തുടങ്ങിയത് തന്നെ. സ്കൂളിൽ പോകുന്ന വഴിയിലൊന്നും ഇങ്ങനത്തെ കടകളൊന്നുമില്ല. സെയ്ദേ, നീ അവളെയും കൊണ്ട് അകത്തേക്ക് കയറിക്കോ, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് കയറി. അതിന്റെ ഉള്ളിലുള്ള കാഴ്ചകൾ അവളുടെ കണ്ണിനെ അതിശയപ്പെടുത്തി. അവിടെ ഓണാക്കി വെച്ചിരിക്കുന്ന AC-യുടെ തണുപ്പും അവൾക്ക് പുതിയ അനുഭവമായിരുന്നു. സിരകളിലൂടെ ഇരച്ചു കയറുന്ന തണുപ്പ് കാരണം അവൾ അവളുടെ ശരീരം 2 കൈകൾ കൊണ്ടും കോച്ചി പിടിച്ചു. അപ്പോഴേക്കും സിയാനും അവിടേക്ക് വന്നു. ഇത്താക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തോ? ഞങ്ങൾക്ക് സഹോദരിമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗേൾസിന്റെ ഡ്രസ്സിനെ പറ്റി വലിയ ധാരണയില്ല. എനിക്ക് ഡ്രസ്സ് എടുക്കാനൊന്നും അറിയില്ല. ഞാനിന്നിങ്ങനെ പുതിയ ഡ്രസ്സ് എടുക്കാനൊന്നും പോയിട്ടില്ല. പുതിയതൊന്നും ഇട്ടിട്ടുമില്ല. ചേച്ചി, ഇവിടെ ഒന്ന് ഡ്രസ്സ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യോ? അവൾക്ക് ചേരുന്ന 2 കൂട്ട് പാർട്ടി വെയറും 2 കൂട്ട് ഡെയിലി വെയറും എടുത്തു കൊടുത്തോളൂ.
നൂറയുടെ നിൽപ്പ് കണ്ട് സിയാൻ സെയിൽസിൽ നിൽക്കുന്ന ചേച്ചിയോട് പറഞ്ഞു. അവൾക്ക് പ്രത്യേകിച്ച് ഡിമാൻഡുകളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് എടുക്കലെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് മടങ്ങി. സിയ, ഏതെങ്കിലും ഹോട്ടലിന്റെ മുമ്പിൽ നിർത്ത്, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ. ഞാനും അതിനെ കുറിച്ച് ആലോചിച്ചതാ. പക്ഷേ ഇന്ന് ഇവൾ ആദ്യമായി നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയതല്ലേ, അപ്പോ വീട്ടിൽ പോയി അത് ടേസ്റ്റ് നോക്കണ്ടേ. ഉമ്മ ഭയങ്കര പൂഴ്ത്തലായിരുന്നു ഇവളുടെ കൈപുണ്യത്തെ കുറിച്ച്. അത് സത്യമാണോ അല്ലോ എന്ന് അറിയണമല്ലോ. സിയാൻ പുറകിലിരിക്കുന്ന നൂറയെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവർ വീട്ടിലെത്തി. അതിൽ നിന്നും ഒരു ഡ്രസ്സ് എടുത്ത് മോള് പോയി കുളിച്ച് മാറ്റിയിട്ട് പോര്. നൂറ തലയാട്ടിക്കൊണ്ട് ഡ്രസ്സിന്റെ കവറുമായി അകത്തേക്ക് പോയി. ഫ്രഷായി അതിൽ നിന്നും ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള ചുരിദാർ ഇട്ടുകൊണ്ട് പുറത്തേക്ക് വന്നു. പുത്തനുടുപ്പിന്റെ വെളിച്ചം അവളുടെ മുഖത്തെയും പ്രകാശിപ്പിച്ചിരുന്നു. അവളെ അങ്ങനെ കണ്ടപ്പോ സിയാന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ആ മങ്ങിയ നീല ചുരിദാറിൽ സ്കൂളിലേക്ക് ആദ്യമായി വന്ന അവളുടെ മുഖമാണ്. ശരിക്കും അവൾക്ക് അതിനേക്കാൾ ഇരട്ടി ഭംഗിയുണ്ടെന്ന് തോന്നി അവന്. അവർ ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു. നൂറയുണ്ടാക്കിയ സ്വാദിഷ്ടമായ ഭക്ഷണം നല്ല രീതിയിൽ ആസ്വദിച്ച് തന്നെ അവർ കഴിച്ചു. ഉമ്മയെ തെറ്റു പറയാൻ പറ്റില്ല. വെറുതെയല്ല നൂറയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം വേണമെന്ന് അവൾ പറഞ്ഞത്. പ്ലേറ്റിൽ അവസാനമുള്ള ചോറും ബീഫ് ഭക്ഷണം കൂട്ടി കഴിച്ചുകൊണ്ട് ഷാഫി പറഞ്ഞു. സത്യം പറഞ്ഞാ നിന്നേക്കാൾ കൈപ്പുണ്യം ഉണ്ട് കേട്ടോ ഇവക്ക്. ഓ, അതിന്റെ ഇടയിൽ കൂടെ എന്നെ കളിയാക്കിക്കോളി. സൗദം മുഖം വീർപ്പിച്ചു. നീ ഇപ്പൊ +2 കഴിഞ്ഞില്ലേ, റിസൾട്ട് വന്നോ? ആ, വന്നു. മാർക്കൊക്കെ ഉണ്ടോ? 95% ഉണ്ട്. ഹോ, പഠിപ്പിസ്റ്റാണല്ലേ അപ്പോ. നല്ല മാർക്കൊക്കെ ഉണ്ടല്ലോ. തുടർന്ന് നീ എന്താ പഠിക്കുന്നേ? അറിയില്ല. ഞാൻ പുളിക്കലേക്ക് വന്നപ്പോ അവിടെ അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിൽ ഉമ്മാമ്മയാ എന്നെ ആദ്യമായി പഠിക്കാൻ ചേർത്തത്. ഇനി 100 വാക്കുകൾക്കായി പരതി. നിനക്ക് എന്തു പഠിക്കാൻ ആഗ്രഹം? എനിക്കൊരു അധ്യാപികയാവണം. അതാണ് ചെറുപ്പം മുതലേയുള്ള ആഗ്രഹം. പക്ഷേ അത് എങ്ങനെ, എവിടുന്ന് എന്നൊന്നും അറിയില്ല. നമുക്ക് അന്വേഷിക്കാം. നീ പഠിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ ചേർത്ത് തരേണ്ട. ഒരു പിതാവിന്റെ ഉത്തരവാദിത്തത്തോടെ ഷാഫി അവളോട് അതെല്ലാം പറയുന്നത് സൗദ കണ്ണുനീരോടെ കേട്ടുനിന്നു. അന്ന് വൈകുന്നേരം സിയാൻ അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കി. ആ സമയം അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു. രാവിലത്തെ സംഭവങ്ങൾ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് സിയാൻ പിന്നെ അവിടെ ഇറങ്ങാൻ നിന്നിട്ടില്ല. നൂറയോട് യാത്ര പറഞ്ഞ് അവൻ വണ്ടി തിരിച്ചു. നൂറ ഉള്ളിലേക്ക് നോക്കിയെങ്കിലും അവിടെ ആരെയും തന്നെ കണ്ടില്ല. എല്ലാവരും വാതിലും തുറന്നിട്ട് എവിടേക്കാണ് പോയതെന്ന് ഓർത്തുകൊണ്ട് അവൾ മുറിയിലേക്ക് പോയി. ഉമ്മാമ, ഞാൻ എന്റെ ഉമ്മാനെ കണ്ടു. കുറെ വിശേഷങ്ങൾ പറഞ്ഞു. ഉമ്മച്ചിന്റെ വയറൊക്കെ വലുതായിട്ടുണ്ട്. എന്റെ കൈകൊണ്ട് ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അതും ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഉമ്മാമ എന്റെ ഡ്രസ്സ് കണ്ടോ? അവിടുത്തെ ഉപ്പ എടുത്തു തന്നതാ ഇത്. നൂറ നനഞ്ഞുമുട് കെട്ടയച്ചുകൊണ്ട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അവളുടെ സംസാരത്തിന് ഖദീജയുടെ അടുത്ത് നിന്നും തിരിച്ചു മറുപടി ഒന്നും വന്നില്ല. ഉമ്മാമ, നിങ്ങൾ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയായിരുന്ന ഖദീജയെ അവൾ തിരിച്ചു കിടത്തി. ആ ശരീരം തണുത്ത് മരവിച്ചിരിക്കുന്നത് നൂറ ഒരു നടുക്കത്തോടെ തിരിച്ചറിഞ്ഞു. ഉമ്മാമ, അവൾ ഉറക്കെ വിളിച്ചു. പക്ഷെ അവർ വിളി കേട്ടില്ല. നൂറക്ക് അവളുടെ ശരീരം തളരുന്ന പോലെ തോന്നി. ഹൃദയത്തിൽ കല്ലെടുത്തു വെച്ചതുപോലെയുള്ള ഭാരം. അവളുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഒരക്ഷരം പോലും പുറത്തേക്ക് വന്നില്ല. എന്താടി ഇവിടെ കിടന്ന് ആർക്കുന്നത്? അപ്പോഴേക്കും സുബൈർ അവിടേക്ക് വന്നു. ഉമ്മാമ, അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചുമരിൽ ചാരിയിരുന്നു. ഉമ്മാക്കെന്താ? ഉമ്മ. അവൻ ഖദീജയുടെ കവിളിൽ തട്ടി. അവരെ തൊട്ടപ്പോൾ തന്നെ ആ ശരീരത്തിൽ ജീവനില്ല എന്ന് അവന് മനസ്സിലായിരുന്നു. നൂറ, നീ പോയ അയൽവാസികളൊക്കെ വിളിച്ചിട്ട് തന്നെ. താടി കെട്ടാനും കാല് കെട്ടാനും ഒന്നും എനിക്കറിയില്ല. സുബൈർ സങ്കടം നിറഞ്ഞ ശബ്ദത്തോടെ പറഞ്ഞു. എനിക്ക് അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് അതിന് സാധിച്ചില്ല. എങ്കിലും അവർ മരിച്ചുവെന്ന സത്യം അവൾ അവളുടെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തി. തുടർന്നുള്ള മരണാന്തര കർമ്മങ്ങൾ ശരിയായി ചെയ്യുക എന്നതാണ് ഇനി തന്റെ പ്രിയപ്പെട്ട ഉമ്മാമാക്ക് വേണ്ടി തനിക്ക് ചെയ്യാനുള്ളത് എന്ന ബോധ്യം അവൾക്ക് അവിടെ നിന്നും എഴുന്നേൽക്കാനുള്ള ഊർജം നൽകി. അവൾ വേഗം പുറത്തേക്കോടി. പെട്ടെന്നാണ് തലയിൽ തട്ടമില്ല എന്ന കാര്യം ഓർത്തത്. അവൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി. പക്ഷേ ആ സമയം നൂറ് കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു. തണുത്ത് മരവിച്ചു കിടക്കുന്ന ശരീരത്തിൽ നിന്നും സുബൈർ വീടും സ്ഥലവും അവന്റെ പേരിലേക്ക് ആക്കിയിട്ടുള്ള പേപ്പറിൽ ഫിംഗർ പ്രിന്റ് പതിപ്പിക്കുകയാണ്. നീ പോയില്ലേ? ആ പേപ്പറുമായി തിരിഞ്ഞ അവൻ നൂറയെ കണ്ടതും ചോദിച്ചു. നിങ്ങൾ മനുഷ്യനാണോ അതോ മൃഗമാണോ? ചുവന്ന കണ്ണുകളോടെ നൂറ ചോദിച്ചു. നീ എന്താ പറയുന്നേ? നിങ്ങളുടെ കയ്യിലുള്ള പേപ്പർ എന്താ? സ്വന്തം ഉമ്മ മരിച്ചു കിടക്കുമ്പോ സ്വത്ത് കൈക്കലാക്കാനുള്ള തിരക്കാണോ നിങ്ങൾക്ക്? പിന്നല്ലാതെ.
ഇതിപ്പോ എന്റെ പേരിലേക്ക് ആക്കിയില്ലെങ്കിൽ ഇതിന്റെ വിഹിതം എന്റെ പെങ്ങന്മാർക്കും കൂടി കൊടുക്കണ്ടേ? അതെന്തായാലും നടക്കില്ല. പിന്നെ നീ ഇപ്പൊ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഇത് നീ ആരോടെങ്കിലും പറഞ്ഞ കൊന്നു കളയും ഞാൻ. നിനക്ക് മാത്രമല്ല നിന്റെ ഉമ്മാക്കും ജീവിതം ഉണ്ടാവില്ല. അതുകൊണ്ട് മോളിപ്പോ ഞാൻ പറഞ്ഞത് ചെയ്യാൻ നോക്ക്. സ്വന്തം ഉമ്മയുടെ മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് സുബൈർ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് നൂറയ്ക്ക് അയാളോട് നിറഞ്ഞ പുച്ഛമാണ് തോന്നിയത്. പക്ഷെ ഇപ്പോ തന്റെ ഉമ്മാമയെ ശരിയായി മയ്യത്ത് മറമാടലാണ് പ്രധാനമെന്ന് അറിയാവുന്നത് കൊണ്ട് അവൾ വേഗം പോയി അയൽവാസിയിലെ ഇത്തമാരെയെല്ലാം വിളിച്ചുകൊണ്ട് വന്നു. നൂറയും അവരുടെ കൂടെ കൂടി ഖദീജയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു. മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തപ്പോഴേക്കും ഫാത്തിമയും നസിയും സൗദയും എല്ലാം അവിടേക്ക് എത്തിയിരുന്നു. പിന്നെ അവിടെ ഒരു കൂട്ട നിലവിളിയായിരുന്നു. കൂടെ സുബൈറും മുംതാസും കരയുന്നുണ്ടായിരുന്നു. നൂറയ്ക്ക് അത് കണ്ട് ദേഷ്യം വന്നെങ്കിലും തന്റെ ഉമ്മാനെ ഓർത്ത് അവൾ ഒന്നും മിണ്ടിയില്ല. പ്രത്യേകിച്ച് ആരും വരാനൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അടുത്ത ദിവസം രാവിലെ തന്നെ അടുത്തുള്ള പള്ളിക്കാട്ടിൽ മയ്യത്ത് കബറടക്കി. 3 കഴിയുന്നത് വരെ എല്ലാവരും പ്രാർത്ഥനയുമായി അവിടെ തന്നെ നിന്നു. എന്നാലും പെട്ടെന്ന് ഇങ്ങനൊരു മരണം ഒട്ടും ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. കരഞ്ഞു തളർന്ന കണ്ണുകളുമായി നസി പറഞ്ഞു. പെട്ടെന്നുള്ള മരണമോ? നിങ്ങളെന്താ പൊട്ടം കളിക്കാ? ആ പാവ ഇവിടെ ഇഞ്ചിഞ്ചായി കുറെ മാസങ്ങളായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നിങ്ങൾ 3 പേരെ ഞാൻ അറിയിച്ചതല്ലേ, എന്നിട്ടിപ്പോ പെട്ടെന്നുള്ള മരണം അത്ര. നൂറ ദേഷ്യത്തോടെ പറഞ്ഞു. തുടരും.